വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ ഒരു കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഥയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരു ബുദ്ധ സന്യാസി ഇങ്ങനെ ബനാറസിൽ എത്തിപ്പെടുകയാണ്. ബനാറസിൽ നിൽക്കുന്ന സമയത്ത് കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് രാജാവിനെ കാണുകയൊക്കെ ചെയ്യാണ്. സന്യാസി വിചാരിക്കുകയാണ് ഇനിയുള്ള ശിഷ്ടകാലം ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കാമെന്ന്. രാജാവിനത് ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാണ്. ഈ രാജാവിൻ്റെ മകൻ രാജകുമാരനെ പെട്ടെന്ന് ക്ഷുഭിതനാവുന്നുള്ളൊരു സ്വഭാവമുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ രാജാവിന് ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം ഈ ഒരു ക്ഷുഭിതനാവുന്ന ഈ ഒരു സ്വഭാവം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ രാജ്യം തന്നെ അന്യമായിട്ട് പോകും. രാജാവായിട്ടൊക്കെ പിന്നീട് രാജകുമാരൻ മാറുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും. അങ്ങനെ രാജാവ് ഈ വിവരം സന്യാസിയുടെ അടുത്ത് പറയുകയാണ്. സന്യാസി കുഴപ്പമില്ല, ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കാം. അങ്ങനെ ഒരിക്കലെ ഈ സന്യാസി ഈ രാജകുമാരനെ വിളിച്ചിട്ട് കൊട്ടാരമുറ്റത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു ചെറിയൊരു ചെടി കണ്ട് ആ ചെടിയുടെ ഇല പറിച്ചിട്ട് ഈ സന്യാസി രാജകുമാരനെ രുചിക്കാനായിട്ട് കൊടുക്കുകയാണ്. സന്യാസി രാജകുമാരനോട് പറയും ഇതൊന്ന് രുചിച്ച് നോക്കാൻ പറയാണ്. രാജകുമാരൻ പെട്ടെന്ന് രുചിച്ചു നോക്കിയിട്ട് ഉടനെ തന്നെ അത് തുപ്പാണ് ചെയ്യുന്നത്. കാരണം അത് ഒടുക്കത്തെ കയ്പ്പായിരുന്നു. അത് വായിൽ വെക്കാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ അത് തുപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ സന്യാസി രാജകുമാരനോട് പറയാണ് ഈ ചെറിയ ചെടിയുടെ ഈ ഒരു ഇല ഇപ്പം തന്നെ ഇതുപോലെ കയ്പ്പുള്ളതാണെങ്കിൽ അത് വലുതായി കഴിഞ്ഞാൽ എന്തുമാത്രം കയ്പ്പുള്ളതായിട്ട് തീരുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രാജകുമാരന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. എന്താണ് സന്യാസി ഉദ്ദേശിച്ചത് എന്ന് രാജകുമാരന് മനസ്സിലാവാണ്. ഇതുപോലെ തന്നെയാണ് രാജകുമാരൻ ഇങ്ങനെ വിചാരിച്ചു, ഞാനിപ്പോൾ ഈ ഒരു ദേഷ്യപ്പെടുന്ന ഈ സ്വഭാവം ഇത് അച്ഛന് പോലും ഇഷ്ടപ്പെടുന്നില്ല. അച്ഛന് ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുമെന്ന് രാജകുമാരൻ വിചാരിക്കുകയാണ്. അങ്ങനെ രാജകുമാരൻ തൻ്റെ ആ ഒരു കോപത്തിൻ്റെ സ്വഭാവം എല്ലാം ഒഴിവാക്കുകയാണ്. നല്ലൊരു രാജാവായിട്ട് പിന്നീട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില ദുശീലങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ചെറുപ്പത്തിലൊക്കെ നമ്മളിൽ നിന്ന് വന്ന ദുശീലങ്ങളായിരിക്കാം. പക്ഷേ അത് പിന്നീട് ഒരുപാട് കാലം കഴിയുമ്പോൾ ആ ഒരു ദുശീലം പിന്നീട് വളർന്ന് വലിയൊരു തകർച്ചയിലേക്ക് നമ്മുടെ സ്വഭാവത്തെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ദുശീലങ്ങളെ മാറ്റി നല്ല ശീലങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ ഒരു കഥയിലെ ഒരു ചെറിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്വഭാവങ്ങളെ കുറച്ചുകൂടി നല്ല സ്വഭാവങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.